പ്രൊഫസർ രാജു സാറിനെക്കുറിച്ച് വളരെയേറെ പറയാനുണ്ട്. വ്യക്തിപരമായ അടുപ്പം അദ്ദേഹവുമായി എനിക്കുണ്ടായിരുന്നു. ഒരു നന്മ നിറഞ്ഞ വ്യക്തിയായിരുന്നു രാജു സാർ. അദ്ദേഹത്തിൻ്റെ സാമീപ്യവും അദ്ദേഹവുമായി സംവദിക്കുന്നതും യാത്ര ചെയ്യുന്നതുമൊക്കെ ഹൃദ്യമായ അനുഭവങ്ങളായിരുന്നു. അദ്ദേഹത്തോടൊപ്പമുള്ള നിമിഷങ്ങൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരുമായിരുന്നു. അർപ്പണബോധമുള്ള ഒരു ചരിത്രാധ്യാപകനായിരുന്നു അദ്ദേഹം. എന്നും തൂവെള്ള വസ്ത്രം ധരിച്ച് പുഞ്ചിരിയോടെ ക്യാമ്പസിലെത്തുന്ന അദ്ദേഹം സഹപ്രവർത്തകരുടെ ഇടയിലും കുട്ടികളുടെ മധ്യത്തിലും നിറസാന്നിധ്യമായിരുന്നു. വേറിട്ട ഒരു ഗവേഷകനായിരുന്നു സാർ. കേരളത്തിലെ ബുദ്ധമത കാലഘട്ടത്തിൻ്റെ അടിവേരുകൾ തേടിയുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രാന്വേഷണം ചരിത്ര ഗവേഷകരുടെ പല ബിംബങ്ങളും നിരാകരിക്കുന്നതായിരുന്നു. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും അവശേഷിപ്പുകൾ തേടി ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കേരളത്തിലും അദ്ദേഹം വളരെയേറെ യാത്ര ചെയ്തു. ചരിത്രത്തോടും ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങളോടുമുള്ള ആഭിമുഖ്യം കാരണം സ്വന്തം വീട്ടിനും മക്കൾക്കും വ്യത്യസ്തമായ നാമങ്ങളാണ് അദ്ദേഹം നൽകിയത്. പല വിദേശ രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. ചരിത്രമുറങ്ങുന്ന സ്ഥലങ്ങളിലേക്കായിരുന്നു മിക്ക യാത്രകളും. രാജു സാറിൻ്റെ ഗവേഷണത്തെയോ നിരന്തരമായ എഴുത്തിനെയോ തടസ്സപ്പെടുത്തുവാൻ അദ്ദേഹത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ തടസ്സമായില്ല. എങ്കിലും അത് സംഭവിച്ചു. എഴുതി തീർക്കാതെയാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഹൃദയപുഷ്പങ്ങൾ സമർപ്പിച്ചു.